മീൻ കറീൻ്റെ കൂടെയും ചിക്കൻ കറീൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ പറ്റുന്ന വെള്ളക്കാലത്തപ്പത്തിൻ്റെ റെസിപ്പിയാണ്. ഒരു കപ്പ് പച്ചരി ഒരു 4 മണിക്കൂർ കുതിർത്ത് വെച്ചിട്ട് മിക്സിൻ്റെ ജാറിൽ നല്ലോണം കഴുകിയിട്ട് ഇട്ട് കൊടുക്കുക. അതുപോലെ ഒരു ഏലക്കായി, ആവശ്യത്തിനുള്ള ഉപ്പ്, പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ ചോറ് ചേർക്കുന്നുണ്ട്. 1/2 ഗ്ലാസ് തേങ്ങാപ്പാലും കൂടിയും ചേർത്തിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുക്കാം. ഒരു മുട്ടയും കൂടിയും ചേർത്തിട്ട് നമുക്കിതൊന്ന് അരച്ചിട്ട് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. അതിലേക്ക് 1 ഗ്ലാസും കൂടിയും തേങ്ങാപ്പാൽ ചേർത്തിട്ട് നല്ല ലൂസാക്കിയ മാവാക്കി എടുക്കണം. ഇതിലേക്ക് പിന്നെ ഒരു 1/2 ടീസ്പൂൺ ജീരകം ചതക്കുകയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെച്ചതിന് ശേഷം ഇത് നല്ലപോലെ മിക്സ് ചെയ്തിട്ട് അതിലേക്ക് 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കാം. ഇനി റെസ്റ്റ് ചെയ്യാൻ വെക്കേണ്ട ആവശ്യമില്ല, ഈ ഒരു സമയത്ത് തന്നെ ചുട്ടെടുക്കാം. കുക്കർ ചൂടായതിനു ശേഷം 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് കുഞ്ഞുള്ളി ഒന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. ഇനി ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മാവ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. 1 മിനിറ്റിന് ശേഷം നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വിസിൽ വെക്കാണ്ട് ഇതുപോലെ ഒരു 10 മിനിറ്റ് ഇതൊന്ന് വേവിച്ചെടുക്കാം. 10 മിനിറ്റ് കഴിഞ്ഞിട്ട് ആയിട്ടില്ലെങ്കിൽ ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള നമ്മളെ വെള്ളക്കലത്തപ്പം ഇവിടെ റെഡിയായി. അപ്പോൾ തയ്യാറാക്കി നോക്കാൻ മറക്കല്ലേ.